الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وأزلفت الجنة للمتقين غير بعيد هذا ما توعدون لكل أواب حفيظ من خشي الرحمن بالغيب وجاء بقلب منيب ادخلوها بسلام ذلك يوم الخلود لهم ما يشاءون فيها ولدينا مزيد സഹോദരന്മാരെ സഹോദരികളെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കുവാൻ കൽപ്പിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും എന്നും നാം എവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖികളായി ജീവിക്കുവാനും ഈ ലോകത്തോട് വിട പറയുവാനും നമുക്കെല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാൻ ഓതിവെച്ച വചനങ്ങൾ വിശുദ്ധ ഖുർആനിലെ 50-ാം അധ്യായമായ ഖാഫിലെ 31 മുതൽ 35 വരെയുള്ള വചനങ്ങളാണ്. അതിന്റെ അർത്ഥം ആഴത്തിൽ ചിന്തിച്ചാൽ നമ്മൾക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ തന്നെ തോന്നുകയില്ല. അത്ര ഗൗരവമുള്ള വചനങ്ങളാണ്. ഞാനും നിങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കനിഞ്ഞു നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമായ പരിശുദ്ധ റമദാൻ. ആ റമദാനിലെ അവസാന മണിക്കൂറുകളിൽ നമ്മൾ എത്തി നിൽക്കുകയാണ്. നമ്മളെ കുറിച്ചാണ് ആ വചനങ്ങൾ എന്ന് തോന്നിപ്പോകുന്നു. നോമ്പ് മനുഷ്യരെ തഖ്വയുള്ളവരാക്കി തീർക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു നിയമിച്ചത്, നിർബന്ധമാക്കിയത് എന്ന് നമുക്കറിയാം. ഇവിടെ ഈ വചനം തുടങ്ങുന്നത് വഉസ്ലിഫത്തിൽ ജന്നത്തു ലിൽമുത്തഖീന ഗൈറ ബഈദ്. മുത്തഖികളായ ആളുകൾക്ക്, തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ച ആളുകൾക്ക് സ്വർഗം അടുത്ത് കൊണ്ടുവരപ്പെടും. നമ്മൾ സ്വർഗത്തിലേക്ക് പോകുന്നില്ല,
സ്വർഗം നമ്മുടെ അടുത്തേക്കാണ് വരിക എന്നർത്ഥം. ഒന്ന് ആലോചിച്ചു നോക്കിയ അർഹതയുണ്ടോ? എന്നിട്ട് നമ്മളോട് പറയും എല്ലാ തെറ്റുകളിൽ നിന്നും ഖേദിച്ചു മടങ്ങി ജീവിതം സുരക്ഷിതമാക്കിയവർക്ക് അള്ളാഹു കരാറ് ചെയ്തതാകുന്നു ഇത്. ഈ റമദാനിൽ എന്ത് പണിയായിരുന്നു നമുക്ക്? തെറ്റുകളിൽ നിന്ന് ഖേദിച്ചു മടങ്ങുക, ജീവിതം സുരക്ഷിതമാക്കുക, തെറ്റുകളിൽ നിന്ന് മുക്തമാക്കി സുരക്ഷിത ജീവിതം പടുത്തുയർത്തുക, അതായിരുന്നുവല്ലോ റമദാൻ. ഈ വാക്കുകൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ നമ്മൾ من خشي الرحمن بالغيب وجاء بقلب منيب. റഹ്മാനായ റബ്ബിനെ അദൃശ്യമായി ഭയപ്പെട്ട് ഖേദിച്ചു മടങ്ങുന്ന ഹൃദയവുമായി വരുന്നവരാരോ അവർക്കാവുന്നു ഈ സ്വർഗം. റഹ്മാനായ റബ്ബിനെ അദൃശ്യമായി ഭയപ്പെടുകയായിരുന്നു, പരിശീലിക്കുകയായിരുന്നു ഈ റമദാൻ. ആര് കണ്ടില്ലെങ്കിലും ആരും അറിഞ്ഞില്ലെങ്കിലും പകൽ സമയങ്ങളിൽ ഭക്ഷണപാനീയം ഞാൻ ഉപയോഗിച്ചിട്ടില്ല. ആരെ ഭയപ്പെട്ട? മൻ ഖശിയ റഹ്മാന ബിൽ ഗൈബ്. അദൃശ്യമായ നിലയിൽ റഹ്മാനെ ഭയപ്പെട്ടുകൊണ്ട്, എന്നിട്ട് ഖേദിച്ചു മടങ്ങുന്ന, തെറ്റുകളിൽ നിന്ന് ഖേദിച്ചു മടങ്ങുന്ന വിനയമുള്ള താഴ്മയുള്ള ഹൃദയവുമായിട്ടാണ് അവൻ വരിക. അങ്ങനെയുള്ളവർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട ഈ സ്വർഗം മുത്തഖീങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അധികം ദൂരമല്ലാത്ത നിലയിൽ അടുത്തു കൊണ്ടുവന്ന് കൊടുക്കും എന്നാണ്. എന്നിട്ട് എന്താ പറയാ? ഉദ്ഖുലൂഹാ ബിസലാം. കയറിക്കോ സമാധാനത്തോടെ ഇതിലേക്ക്. ദാലിക യൗമുൽ ഖുലൂദ്. ഇത് ശാശ്വതമായി ജീവിക്കുന്ന ശാശ്വതത്വത്തിന്റെ ദിവസമാകുന്നു. ലഹും മാ യശാഊന ഫീഹാ വലദൈനാ മസീദ്. അവരുദ്ദേശിക്കുന്നതെന്തോ അതെല്ലാം അവർക്ക് സ്വർഗത്തിലുണ്ട്. പോരാ, വലദൈനാ മസീദ്, നമ്മളുടെ വക കൂടുതൽ വേറെയും കൊടുക്കും. അള്ളാഹുവിന്റെ ഓഫർ. നാഥ, ഈ വചനം എന്തുൾക്കൊള്ളുന്നു? അതിനർഹത നേടാൻ ഈ സാധുക്കളായ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണമേ. ഞങ്ങളുടെ വ്രതാനുഷ്ഠാനം ഈ രൂപത്തിൽ നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണമേ. പ്രിയമുള്ളവരെ, പുണ്യങ്ങളുടെ ഭൂക്കാലമായ പുണ്യ റമദാൻ മണിക്കൂറുകൾ കഴിഞ്ഞ് വിട പറയും. ഇന്ന് 27ആയി. ഇനി 48 മണിക്കൂറോ 72 മണിക്കൂറോ മാത്രമേ ഉള്ളൂ. ശനിയാഴ്ച വൈകുന്നേരം സൂര്യാസ്തമയത്തിന് മുമ്പ് ചന്ദ്രൻ അസ്തമിക്കുന്നു എന്നും ഞായറാഴ്ച വൈകുന്നേരം സൂര്യാസ്തമയത്തിന് ശേഷം കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും 56, 57, 58 മിനിറ്റ് വീതം ചന്ദ്രൻ ആകാശത്തുണ്ടാകുമെന്നും ഒക്കെയാണ് ഗോളശാസ്ത്ര കണക്ക്. അപ്പൊ അത്ര അടുത്തിരിക്കുന്നു റമദാൻ വിട പറയുക. നോമ്പ് തുടങ്ങി തീരാനാകുന്നു. അതിവേഗം കാലത്തിന്റെ സഞ്ചാരവും അങ്ങനെ തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് പുലരുകയാണ്. പ്രവാചകൻ പറഞ്ഞു, ലാ തഖൂമു സ്സാഅത്തു ഹത്താ യതഖാറബ അസ്സമാൻ. കാലത്തിന്റെ ദൈർഘ്യം വളരെ അടുത്തു വരുന്നത് വരെ അന്ത്യനാള് സംഭവിക്കുകയില്ല. കാലത്തിന്റെ ദൈർഘ്യം, സമയത്തിന്റെ ദൈർഘ്യം വളരെ വളരെ അടുത്തടുത്ത് വരുന്നത് വരെ ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, ഫതകൂനു സനതു കശഹർ. ഒരു വർഷം ഒരു മാസത്തിന് സമാനം. വശഹറു കൽ ജുമുഅ. ഒരു മാസം ഒരാഴ്ചയ്ക്ക് തുല്യം. വതകൂനുൽ ജുമുഅതു കൽ യൗം. ഒരാഴ്ച ഒരു ദിവസത്തിന് തുല്യം. വയകൂനുൽ യൗമു കസ്സാഅ. ഒരു ദിവസം ഒരു മണിക്കൂറിന് തുല്യം. വയകൂനു സാഅ. ഒരു മണിക്കൂർ കൽദർമത്തി ബിന്നാർ. നമ്മൾ തീപ്പട്ടിക്കൊള്ളു ഉരയ്ക്കുമ്പോൾ ആ തീ ഇങ്ങനെ ആളി കത്തുന്നത് പോലെ ഒരു ദിവസം അങ്ങോട്ട് ആളിക്കത്തി തീരുമെന്നാണ്. ശരിയല്ലേ എന്ന് ആലോചിച്ചു നോക്ക്. റമദാൻ ഡേ വരുന്നു 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 എന്ന് എത്ര പ്രാവശ്യം നമ്മൾ പറഞ്ഞു. വന്നു, വളരെ പെട്ടെന്ന് അങ്ങോട്ട് പോവുകയാണ്.
അപ്പം നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു സന്തോഷവും അതോടൊപ്പം തന്നെ പ്രയാസവുമുണ്ട്. സന്തോഷം എന്താ? ഒരു റമദാൻ കൂടി സ്വീകരിക്കാൻ കഴിഞ്ഞു ഇത്രയും ദിവസം വരെയെങ്കിലും. അതൊരു വലിയ സൗഭാഗ്യം തന്നെയാണ്, ചെറുതായി നമ്മൾ കാണണ്ട. ഒരു റമദാൻ നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞത് വലിയ സൗഭാഗ്യമായിട്ട് തന്നെയാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. സഹീഹുൽ ജാമിയിൽ ഉദ്ധരിച്ച തൽഹത്ത് ബിൻ ഉബൈദുല്ലാഹ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്ന ഒരു സംഭവം നമുക്ക് കാണാം. ബലിയ് എന്ന പ്രദേശക്കാരായ രണ്ടാളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് ഇസ്ലാം സ്വീകരിച്ചു. പൂർണ്ണമായും ഇസ്ലാം ഉൾക്കൊണ്ടുകൊണ്ട് രണ്ടാളും ജീവിച്ചു. അവരുടെ ത്യാഗ പരിശ്രമങ്ങൾ ഒരാൾ മറ്റൊരാളിനെ വെല്ലുന്ന നിലയിലായിരുന്നു. അതിൽ ഒരാൾ ഷഹീദായി, രക്തസാക്ഷിയായി. മറ്റൊരാൾ ഒരു വർഷം കൂടി ജീവിച്ചിരുന്നതിന് ശേഷം സാധാരണ മരണം കൈവരിച്ചു. രണ്ടാളും സ്വർഗത്തിലെത്തുന്നു. രക്തസാക്ഷിയായ മനുഷ്യനേക്കാൾ മുന്നിൽ ഒരു വർഷം കൂടി ജീവിച്ചിരുന്ന മനുഷ്യൻ ആദ്യം സ്വർഗത്തിൽ കയറുന്നു. ഇത് കേട്ട സഹാബത്ത് ചോദിച്ചു, അതെന്താ അല്ലാഹുവിന്റെ റസൂലേ, അതങ്ങനെ സാധിക്കുക? രക്തസാക്ഷിത്വം അല്ലേ ഏറ്റവും മുന്തിയത് എന്ന് ചോദിച്ചപ്പോൾ, അത്ഭുതത്തോടു കൂടി ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് തിരിച്ചു ചോദിച്ചു, നിങ്ങളെന്തിനാ ഇത്ര അത്ഭുതപ്പെടുന്നത്? അലൈസ ഖദ് മക്കത ഹാദാ ബഅദഹു സന, അവന്റെ ശേഷം, ആ രക്തസാക്ഷിയായി മരണപ്പെട്ട ആളിന്റെ ശേഷം ഒരു വർഷക്കാലം മറ്റേയാൾ ജീവിച്ചിരുന്നില്ലേ? സഹാബത്ത് പറഞ്ഞു, ബല, ജീവിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത ചോദ്യം, വഅദ്റക റമളാൻ, അയാൾക്ക് ഒരു റമളാൻ കൂടി കിട്ടിയില്ലേ? എന്നിട്ട് ഫസാമ വസല്ല കദാ വകദാ മിൻ സജദത്തിൻ ഫിസ്സന, ആ വർഷത്തിൽ ഇന്ന നമസ്കാരങ്ങൾ, ഇത്ര സുജൂദുകൾ, നോമ്പ് തുടങ്ങിയതൊക്കെ അയാൾക്ക് അവസരം കിട്ടിയില്ലേ? സഹാബത്ത് പറഞ്ഞു, ബല, കിട്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രതികരണം, ഫമാ ബൈനഹുമാ അബ്അദു മിമ്മാ ബൈനസ് സമാഇ വൽ അർദ്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും ഇടയിലുള്ള അകലമാണ് അവർ രണ്ടാളുടെയും കർമ്മങ്ങൾക്കിടയിലുള്ള അകലം. രക്തസാക്ഷിത്വം ഭരിച്ചുപോയ മനുഷ്യനേക്കാൾ ഒരു വർഷവും കൂടി ജീവിച്ചിരുന്ന് റമദാൻ കരഗതമാക്കി നമസ്കരിച്ച് വ്രതമനുഷ്ഠിച്ച് നന്മകൾ ചെയ്ത് സുജൂദുകൾ വർദ്ധിപ്പിച്ച് ഐച്ഛികമായ കാര്യങ്ങൾ ചെയ്ത് അങ്ങനെ ഒരു റമദാൻ അയാൾക്ക് കിട്ടിയതിന്റെ പ്രതിഫലമാണ് ആകാശങ്ങളുടെയും ഭൂമിയുടെയും ഇടയിൽ എത്ര വിശാലതയുണ്ടോ അത്ര വിശാലതയുള്ള വ്യത്യാസം ഇവർ തമ്മിൽ ഉണ്ടാകുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചത്. അപ്പൊ റമദാൻ കിട്ടുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. ആ നിലയിലാണ് ഞാൻ പറഞ്ഞത് നമ്മൾ സൗഭാഗ്യവാന്മാര് ആണ് എന്നുള്ളത്. ഇനി നമ്മളുടെ വിഷമം എന്താ? ഇതങ്ങോട്ട് പോകും. റമദാൻ പിന്നെയും വരും, നോമ്പുണ്ടാവും, സൽക്കർമ്മങ്ങൾ ഉണ്ടാകും, പുണ്യങ്ങൾ ഉണ്ടാകും, അത് നേടിയെടുക്കുന്ന ആളുകളും ഉണ്ടാകും. പക്ഷേ നമ്മൾ ഉണ്ടാകുമോ അറിയില്ല. അതാണ് നമ്മളുടെ ഒരു വിഷമം. എന്ന് പറഞ്ഞാൽ ഈ റമദാൻ ഇങ്ങോട്ട് പോയി, അടുത്ത റമദാൻ വരുമ്പോൾ നമ്മളിൽ ആരൊക്കെ ഉണ്ടാകും എന്ന് നമുക്ക് ഉറപ്പില്ല എന്നർത്ഥം. അതുപോലെ തന്നെ ഈ റമദാൻ തുടങ്ങിയതിന് ശേഷം നമ്മളോടൊപ്പം നോമ്പ് അനുഷ്ഠിച്ചു തുടങ്ങിയ ചിലരൊക്കെ ഒന്നുകിൽ നമ്മളോടൊപ്പം ഇപ്പൊ ഇല്ല, അല്ലെങ്കിൽ അവർക്ക് നോമ്പ് അനുഷ്ഠിക്കാൻ കഴിയാത്ത നിലയിൽ രോഗികളായി മാറി. ഇതൊന്നുമില്ലാത്ത നിലയിൽ ഇങ്ങനെ അങ്ങോട്ട് പോകാൻ അല്ലാഹു നൽകിയ ഈ തൗഫീഖ് ഉണ്ടല്ലോ, ഈ അനുഗ്രഹം ഉണ്ടല്ലോ, അത് ചെറുതായി കാണരുത്, വലുതാണ്. ആ വലുതിനുള്ള നന്ദി നമ്മിൽ നിന്നുണ്ടാകണം. എന്നുവെച്ചാൽ പുണ്യങ്ങൾ കൂടുതൽ ചെയ്തെടുക്കുക. കാരണം ഇതിപ്പോ നമ്മളുടെ ഫൈനൽ അവസ്ഥയിലേക്കാണ് നമ്മളിപ്പോൾ എത്തുന്നത്. ഒരു എല്ലാ നിലയിലും പലപ്പോഴും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ശാശ്വതമല്ലാത്ത പലതിന്റെയും സന്ദർഭങ്ങളിൽ പല കാര്യങ്ങളുടെയും ഇടയിൽ നമ്മൾ സാധാരണ ഏറ്റവും അവസാന ഘട്ടത്തിൽ എത്തുമ്പോൾ വലിയ ഒരു ആവേശം നമ്മൾ കാണിക്കാറുണ്ട്. ഏത് കാര്യത്തിനെടുത്ത് നോക്കിയാലും ശരി. ഇപ്പം ഒരു ഓട്ട മത്സരമാണെന്ന് വിചാരിക്കുക. ഓട്ട മത്സരത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന അത്ലറ്റ് എത്ര ക്ഷീണിച്ചാലും ശരി, അവസാനത്തെ ലാപ്പ് പൂർത്തിയാക്കാൻ വേണ്ടി അവൻ മരണം കൈവരിച്ചാണ് ഓടുക. അത്രമാത്രം ശക്തി കൈവരിച്ചുകൊണ്ടായിരിക്കും അവൻ ഓടുക ജയിക്കാൻ വേണ്ടി. അതുപോലെ തന്നെ 90 മിനിറ്റ് ആണല്ലോ ഫുട്ബോൾ എന്ന് പറയുന്നത്. ആ 90 മിനിറ്റ് സമയവും
കളിക്കളത്തിൽ നിറഞ്ഞു കളിക്കുന്ന കളിക്കാർ ഫൈനൽ വിസിലിന് നിമിഷങ്ങൾക്ക് മുമ്പ് അവരുടെ ഒരു അധ്വാനമുണ്ട്. ആവനാഴിയിലെ സർവ്വ അംഗം പുറത്തെടുത്തിട്ട് എങ്ങനെയെങ്കിലും ജയിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി അവസാന സന്ദർഭത്തിൽ അവർ കളി കളിക്കും. ഇതൊക്കെ നമുക്ക് ശാശ്വതമല്ലാത്ത, അതുപോലെ തന്നെ പരീക്ഷ എഴുതുന്ന നമ്മളൊക്കെ സാധാരണ അങ്ങനെയൊക്കെ ഇരുന്ന് എഴുതി കഴിഞ്ഞതിന് ശേഷം ഫൈനൽ ബെല്ല് സമയമായി തുടങ്ങി എന്ന് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു ഒരുക്കമാണ്. എവിടൊക്കെ പോയി, ഏതൊക്കെ നഷ്ടപ്പെട്ട്, ഏതൊക്കെയാണ് തെറ്റിയത്, ഒരു നോട്ടം നടത്തി എല്ലാം ശരിയാക്കി ഒന്നൊരുങ്ങിയിരിക്കുക സാധാരണ നമ്മൾ ചെയ്യുന്ന കാര്യമാണ്. അതുപോലെ ഇതൊക്കെ നമുക്ക് ലഭിക്കുമെന്ന് ഉറപ്പില്ലാത്ത, ലഭിച്ചാലും ശാശ്വതമല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള മത്സരവും പരിശ്രമവുമാണ് എങ്കിൽ പ്രിയമുള്ളവരെ, സമാനതകളില്ലാത്ത അനശ്വരവും എന്നെന്നും അള്ളാഹുവിന്റെ അടുക്കൽ സൗഭാഗ്യപൂർണമായ നിലയിൽ നമുക്ക് ലഭിക്കുന്ന റയ്യാൻ എന്ന കവാടത്തിലൂടെ ലഭ്യമാകുന്ന സ്വർഗം, ആ സ്വർഗം നേടിയെടുക്കാനുള്ള റമദാനിലെ അവസാനത്തെ സൂപ്പർ ഫൈനൽ സന്ദർഭങ്ങളിലാണ് ഇപ്പോൾ ഞാനും നിങ്ങളും എന്ന് തിരിച്ചറിഞ്ഞ് കഠിനാധ്വാനം ചെയ്യുക. കാരണം അടുത്ത റമദാനെ വരവേൽക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. ഇനി വന്നാൽ തന്നെ ഇത്രമാത്രം ആരോഗ്യത്തോടു കൂടി ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളണമെന്നുമില്ല. ഇതൊക്കെ നമ്മൾ കാണുകയും അനുഭവിക്കുകയൊക്കെ ചെയ്യുന്ന കാര്യമാണ്. അതുകൊണ്ട് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി തേടുക, വീണ്ടും വീണ്ടും റമദാൻ കിട്ടുവാനും ആ റമദാനിൽ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ച് കൂടുതൽ കൂടുതൽ സൗഭാഗ്യവാന്മാരായി അള്ളാഹുവിനെ കണ്ടുമുട്ടാനുള്ള തൗഫീഖിന് വേണ്ടി പ്രാർത്ഥിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ റമദാനിലെ എല്ലാ കർമ്മങ്ങളും പൂർണ്ണമായി സ്വീകരിക്കുന്നതോടൊപ്പം ആസന്നമാകുന്ന റമദാനിനെ, വരാനിരിക്കുന്ന വരും വർഷത്തെ റമദാനിനെ ഇതിലും കൂടുതൽ നല്ല നിലയിൽ സ്വീകരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്തു തരുമാറാകട്ടെ. നമ്മിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു വചനം, പ്രവാചകനോട് ഒരിക്കൽ ഒരാൾ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, അയ്യുൻ നാസി ഖൈർ, ഏറ്റവും നല്ല മനുഷ്യൻ ആരാണ് എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ താല ഉംറുഹു വ ഹസുന അമലുഹു, നീണ്ട കാലം ജീവിച്ചിരിക്കുക, ഒരുപാട് നല്ല കർമ്മങ്ങൾ ചെയ്യാൻ കഴിയുക, അതാണ് ഏറ്റവും നല്ല മനുഷ്യൻ. അടുത്ത ചോദ്യം വന്നു, ആരാണ് ജനങ്ങളിൽ ഏറ്റവും മോശം? പ്രവാചകൻ പറഞ്ഞു, നീണ്ട കാലം ജീവിച്ചിരിക്കുക, സൽക്കർമ്മങ്ങൾ ചെയ്യാതെ തെറ്റുകളിൽ മുഴുകുക. ഇതിൽ തീർച്ചയായും ആദ്യം പറഞ്ഞ ഗണത്തിൽ പെടാൻ നമുക്കാകണം. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അഭിവാദ്യങ്ങൾ അർപ്പിച്ചിട്ടുണ്ട്. ആർക്ക്? തൂബ ലിമൻ താല ഉംറുഹു വ ഹസുന അമലുഹു, ഏറെക്കാലം ദീർഘായുസ്സോടുകൂടി ഇരിക്കുകയും സൽക്കർമ്മങ്ങൾ കൂടുതൽ ചെയ്യാൻ കഴിയുന്നവൻ ആരോ അവന് സർവ്വ മംഗളങ്ങളും അഭിവാദ്യങ്ങളും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു വെച്ചിട്ടുള്ളത്. അതാണ് ഈ അവസ്ഥ. അതുകൊണ്ട് നമുക്ക് ദീർഘായുസ്, നല്ല നിലയിലുള്ള ആരോഗ്യത്തോടുകൂടിയുള്ള ദീർഘായുസ്സും ആ ദീർഘായുസ്സിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന കർമ്മങ്ങൾ കൂടുതൽ കൂടുതൽ ചെയ്യാനുമുള്ള തൗഫീഖിന് വേണ്ടിയുള്ള പ്രാർത്ഥനയും നമ്മിൽ നിന്നുണ്ടാകണം. കാരണം എന്തെന്ന് വെച്ചാൽ, മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു നമ്മുടെ ആയുസ്സിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അദ്ദേഹം വളരെ തത്വജ്ഞാനിയായ ഒരു മഹാനായ സഹാബിയായിരുന്നു. വെറും ഒരു സഹാബി മാത്രമായിരുന്നില്ല അദ്ദേഹം. അദ്ദേഹത്തിന്റെ തത്വജ്ഞാനങ്ങൾ വളരെ പ്രശസ്തമാണ്, പ്രസിദ്ധമാണ്. അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ അങ്ങേയറ്റം പ്രശസ്തമാണ്. അങ്ങനെയുള്ള ഒരാളായിരുന്നു അദ്ദേഹം. അദ്ദേഹം നമ്മുടെ ആയുസ്സിനെ കുറിച്ച് പറയുന്നത്, ഇദാ ആശൽ ഫതാ സിത്തീന ആമ ഫനിസ്ഫുൽ ഉംരി തംഹഖുൽ ലയാലി, ഒരു മനുഷ്യൻ 60 വർഷം, ആണല്ലോ റസൂല് പറഞ്ഞ നമ്മുടെ ആയുസ്സിന്റെ, എന്റെ ഉമ്മത്തിന്റെ ആയുസ് 60-നും 70-നും ഇടയിലാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കാണ്. അതാണ് നമ്മൾ സാധാരണ ലൈലത്തുൽ ഖദറിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയാറില്ലേ, ലൈലത്തുൽ ഖദർ 83 വർഷമാണ്, നമുക്ക് 60-70 പറഞ്ഞിട്ടുള്ളൂ. വലിയ സൗഭാഗ്യമാണ് ആ ഒരു ലൈലത്തുൽ ഖദർ കിട്ടുക എന്ന് പറഞ്ഞാൽ, ചെറിയ കാര്യമല്ല എന്നർത്ഥം. ലൈലത്തുൽ ഖദർ ലഭ്യമാകുന്നവരുടെ കൂട്ടത്തിൽ, ആ പ്രതിഫലവും നേടിയെടുക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു നാമേവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അദ്ദേഹം പറഞ്ഞത്, 60 വർഷം ജീവിച്ചിരുന്നാൽ അവന്റെ ആയുസിന്റെ പകുതി രാത്രി മായ്ച്ചു കളയും. എന്നുവെച്ചാൽ 30 വർഷം അങ്ങോട്ട് പോകും രാത്രി.
പിന്നെ അദ്ദേഹം പറയുന്നു പകുതിയുടെ പകുതി എന്ന് വെച്ചാൽ 15 വർഷം അതിങ്ങനെ പോകും. എങ്ങനെ പോകുന്നു എന്ന് അറിയൂല, അശ്രദ്ധ കൊണ്ട്. അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ ആയിട്ട് 15 വർഷം അങ്ങോട്ട് തീരും. 30 15 45. പകുതിയുടെ 1/3 എന്ന് പറഞ്ഞാൽ 10 വർഷം. പകുതിയുടെ 1/3 ആമാലും വഹിർസുൻ, ആഗ്രഹങ്ങള്, പ്രതീക്ഷകള്, അതുപോലെ തന്നെ കുടുംബത്തിന് അധ്വാനം, ജോലി, തൊഴില്, ഇങ്ങനെ പലതുമായി അതങ്ങോട്ട് പോകും. ഇപ്പൊ എത്രയായി? 30 15 45 10 55. ഇനി ബാക്കി അസ്കാം രോഗം, നര, അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള യാത്ര പോകല്, വരല്, 5 തീർന്ന് 60 കഴിയും. ഇതിനിടയിൽ എന്ത് നമ്മൾ ആർജിക്കുന്നു നമ്മുടെ പരലോക ജീവിതത്തിന് വേണ്ടി? അത് ചിന്തിക്കാനാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആ പ്രയോഗം നടത്തിയത്. വളരെ ചിന്തനീയമാണ് ആ വരികൾ. നമ്മുടെ 24 മണിക്കൂറിന് പ്ലാൻ ചെയ്യുന്നവരാണ് നമ്മൾ, അല്ലേ? ഒരു ദിവസം 24 മണിക്കൂർ ഞാൻ എന്തൊക്കെ ചെയ്യണം എന്ന് പ്ലാൻ ചെയ്ത് വെച്ച് ചെയ്യുന്നവരാണ് നമ്മളൊക്കെ. ആ പ്ലാൻ ചെയ്യുന്നതിനിടയിൽ അള്ളാഹുവിന് വേണ്ടി എത്ര ടൈം പ്ലാൻ ചെയ്യാറുണ്ട്? ഇതാണ് നമ്മൾ ചിന്തിക്കുന്നത്. അള്ളാഹുവിന് തൃപ്തിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി. അതാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. അതാണ് വിശുദ്ധ ഖുർആൻ ചോദിച്ചത്, പറഞ്ഞത് നാളത്തെ ജീവിതത്തിന് വേണ്ടി ഓരോരുത്തരും എന്ത് ചെയ്തു വെച്ചു എന്നൊന്ന് ആലോചിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞു. എന്താ കയ്യിലുള്ളത് നാളെ അങ്ങോട്ട് പോകുമ്പോൾ? ഇവിടെ ഒരുപാടുണ്ട്. നമുക്ക് സമ്പത്തുണ്ട്, സ്ഥാനമാനങ്ങളുണ്ട്, പദവികളുണ്ട്, ആൾക്കാരുണ്ട്, പിൻബലമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഒന്നുമില്ല, ഒറ്റയ്ക്കേ ഉള്ളൂ. എന്ത് അമലുകൾ ചെയ്തിട്ടുണ്ടോ അത് മാത്രമേ ഉള്ളൂ. അപ്പൊ പിന്നെന്താ കയ്യിലുള്ളതെന്ന് ചിന്തിക്കണ്ടേ? അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ തന്നെ അനുജന്മാരോടൊപ്പം ഒരു ഖബറിനരികെ ചെന്നിരുന്ന് കരഞ്ഞിട്ട് കണ്ണുനീർ താഴെ വീണ് തന്റെ മുന്നിലുള്ള മണ്ണ് നനയുമാറ് കരഞ്ഞു പ്രവാചകൻ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, ദേ ഇതുപോലുള്ളതിന് വേണ്ടി തയ്യാറെടുത്തോളി നിങ്ങൾ, ഇന്നല്ലെങ്കിൽ നാളെ ഇതിന്റെ ഉള്ളിൽ എത്തേണ്ടവരാണ് എന്നുള്ള ബോധം. പോയില്ലേ നമ്മിൽ പലരും? നമ്മൾ സ്നേഹിച്ച, നമ്മളെ ഊട്ടി വളർത്തിയ, നമ്മളെ താരാട്ടി വളർത്തിയ നമ്മുടെ ഉമ്മ എവിടെ? ചോര നീരാക്കി നമ്മളെ വളർത്തി പഠിപ്പിച്ച് വലുതാക്കി ഉന്നതങ്ങളിലേക്ക് എത്തിച്ച നമ്മുടെ ഉപ്പ എവിടെ? സഹോദരന്മാരെവിടെ? കൂട്ടുകാരെവിടെ? ചങ്കുകളാണെന്ന് പറഞ്ഞ് ജീവിച്ചിരുന്നില്ലേ പലരും? എവിടെ പോയി ചങ്കുകൾ? ഒരു ദിവസം നമ്മളും പോയേ പറ്റും. അതിനു വേണ്ടിയാണ് ഒരുങ്ങേണ്ടത്, അതിനു വേണ്ടിയാണ് ജീവിക്കേണ്ടത്, അതിനു വേണ്ടിയാണ് തെറ്റുകൾ തിരുത്തേണ്ടത്, അതിനു വേണ്ടിയാണ് നന്നാകേണ്ടതെല്ലാം നന്നാക്കേണ്ടതും മാറ്റേണ്ടതെല്ലാം മാറ്റേണ്ടതും. അങ്ങനെ ചിന്തിക്കുക നാം. അപ്പം ഈ ധന്യമായ നാളുകൾ, ഖുർആന്റെ അവതരണം കൊണ്ട് ശ്രേഷ്ഠമായ ഈ ധന്യമായ നാളുകൾ, ആ വിശുദ്ധ ഖുർആനും ആ നോമ്പും ഒക്കെ അള്ളാഹുവിന്റെ അടുക്കൽ നമുക്ക് അനുകൂല ശുപാർശക്കാരായി വരുവാൻ സർവശക്തനായ റബ്ബ് തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇനി പ്രാർത്ഥനയാണ് ഏറ്റവും കൂടുതൽ വേണ്ടത് തന്നെയാണെന്ന് എനിക്ക് പറയാനുള്ള കാരണം എന്താ? ഇനി ഇതെല്ലാം സ്വീകരിച്ചാലേ രക്ഷയുള്ളൂ. ഈ ചെയ്തതൊക്കെ ഇല്ലേ? പകല് പട്ടിണി കിടന്നു, രാത്രി ഉറക്കമൊഴിച്ച് നമസ്കരിച്ചു, ഉറക്കമൊഴിച്ച് എഴുത്തിക്കാത്തിരുന്നു, ലൈലത്തുൽ ഖദർ പ്രതീക്ഷിച്ചിരുന്നു, ഇങ്ങനെ പലതും ചെയ്തു, ദാനധർമ്മങ്ങൾ ചെയ്തു, സക്കാത്ത് കറക്റ്റാക്കി നോക്കി കൊടുത്തു, അല്ലെങ്കിൽ കൊടുത്തില്ല, രണ്ടിലൊന്നും ഉണ്ടാവുമല്ലോ. ഇതൊക്കെ എന്താ നമ്മൾ ചെയ്യുന്നത്? എന്തിനാ? അത് പരലോകത്ത് രക്ഷപ്പെടാൻ. പരലോകത്ത് രക്ഷപ്പെടാൻ ഇതുകൊണ്ട് മാത്രമായില്ല, 2 കാര്യങ്ങൾ അതിന്റെ കൂടെ ചേരണം. 1 അള്ളാഹുവിൻ സ്വീകരിക്കണം, 2 അവന്റെ കാരുണ്യം ഉണ്ടാകണം.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുവല്ലോ, നിങ്ങളുടെ അമൽ ഒരിക്കലും നിങ്ങളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയില്ല. പിന്നെ എന്തിനാ ഞാൻ ഈ പാടുപെടുന്നത്? ഇപ്പൊ ചിന്തിക്കുന്നുണ്ടോ നിങ്ങൾ ആരെങ്കിലും? നമ്മുടെ അമല നമ്മളെ സ്വർഗത്തിൽ കടത്തൂലെങ്കിൽ എന്തിനാ ഞങ്ങൾ ഈ പാടുപെടുന്നത്? എന്തിനായി പട്ടിണി കിടക്കുന്നത്? എന്തിനായി ഉറക്കമൊഴിക്കുന്നത്? എന്തിനാണ് എത്തിക്കാതിരിക്കുന്നത്? എന്തിനാ കയ്യിലുള്ള പണമൊക്കെ ബാക്കിയുള്ളവർക്ക് കൊടുക്കുന്നത്? ഒന്ന് അതിന്റെ കൂടെ ചേരണം. എന്താണ്? അള്ളാഹുവിന്റെ കാരുണ്യം അതിനെ പൊതിയണം. അപ്പൊ സഹാബത്ത് ചോദിച്ചു, വലാന്ത യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലെ, അങ്ങയും പോകൂലേ സ്വർഗത്തിൽ? പ്രവാചകൻ പറഞ്ഞു, ലാ, ഞാനും പോവുകയില്ല. അള്ളാഹു അവന്റെ കാരുണ്യം കൊണ്ട് എന്നെ പൊതിയാതെ ഞാനും പോകൂല. പിന്നെ അതിനപ്പുറമുണ്ടോ ഞാനും നിങ്ങളും? അതിനപ്പുറം ഉണ്ടാ? ഒന്ന് കാരുണ്യം, പടച്ചവന്റെ കാരുണ്യം വേണം സ്വർഗത്തിൽ എത്തണമെങ്കിലും. ഇതൊക്കെ ചെയ്തു, സ്വർഗം തരാമെന്ന് പറഞ്ഞിട്ട് കേട്ടിട്ടാണ് ഞാൻ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് പറഞ്ഞിട്ട് കാര്യമില്ല. ആ റഹ്മത്ത് അതിന്റെ കൂടെ ചേരണം. അതാണ് അള്ളാഹുവിനോട് റഹ്മാനായ റബ്ബേ, എന്നോട് നീ കരുണ കാണിക്കണേ, ഇവിടെയും അവിടെയും, രണ്ട് സ്ഥലത്തും, ഇഹത്തിലും പരത്തിലും. അതൊരിക്കലും മുടക്കരുത് നമ്മൾ കാരുണ്യം. മറ്റൊന്നിന്റെ സ്വീകാര്യതയാണ്. സ്വീകരിക്കാതെ രക്ഷയില്ല. ഞാൻ ഒരുപാട് അമലം ചെയ്ത് ഈ മാസം ഇങ്ങോട്ട്, റമദാൻ ഇങ്ങോട്ട് വന്നതിന് ശേഷം നോമ്പോട് നോമ്പ് തന്നെയായിരുന്നു, നിസ്കാരത്തോട് നിസ്കാരം തന്നെയായിരുന്നു. ഒറ്റ ജമാഅത്തും മുടക്കിയിട്ടില്ല. ഒരു വെള്ളിയാഴ്ചയും പള്ളിയിൽ പോകാതിരുന്നിട്ടില്ല. ഒരു വെള്ളിയാഴ്ചയും പള്ളിയിൽ പറഞ്ഞ കളക്ഷനിൽ കാശിടാതിരുന്നിട്ടില്ല. അല്ലെങ്കിൽ ഇന്നതൊക്കെ ഞാൻ ചെയ്യാൻ, എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ ചെയ്തതൊക്കെ സ്വീകരിക്കണമെങ്കിൽ അതിന്റെ ബേസായി വേണ്ടത് ആ ചെയ്യുമ്പോഴുള്ള ഇഖ്ലാസും നിയ്യത്തും. അതുണ്ടാവും, രക്ഷപ്പെട്ടു. ഇല്ലേ, പോയി. ഇത് തന്നെയാണ് അതിന്റെ അവസ്ഥ. എല്ലാരും നോമ്പ് പിടിക്കുന്ന ഈ നാളിൽ ഞാൻ നോമ്പ് പിടിക്കാതെ എങ്ങനെ ജീവിക്കും? അങ്ങനെ നോമ്പ് പിടിച്ചിട്ട് കാര്യമില്ല. എല്ലാരും പള്ളിയിൽ പോകുന്നു, പിന്നെ നോമ്പ് കാലത്ത് ഞാനും പോകുന്നു. അല്ല, എന്റെ ബാധ്യത, എന്റെ ഉത്തരവാദിത്വം, ഞാൻ അത് ചെയ്തില്ലെങ്കിൽ ഞാൻ കുറ്റക്കാരൻ എന്നുള്ള ബോധത്തോടുകൂടി, ശരിയായ നിയ്യത്തോടും ഇഖ്ലാസോടും കൂടി ചെയ്യുമ്പോഴേ അത് സ്വീകരിക്കപ്പെടുകയുള്ളൂ. എന്നാലും സ്വീകരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അവിടെയാണ് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം. ഒരു മടിയും കൂടാതെ സഹോദരി സഹോദര, ഇനി തേടേണ്ട തേട്ടം അതാണ്. ഏത് കർമ്മം ചെയ്യുമ്പോഴും ഈ പ്രാർത്ഥന ഉണ്ടാകണം. ഇപ്പൊ നമ്മളൊരു ധർമ്മം കൊടുക്കുന്നു, റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം, തേടണം. എന്നാലേ അത് സ്വീകരിക്കപ്പെടുകയുള്ളൂ. നമ്മുടെ ഉള്ളും കൂടെ നോക്കും പടച്ചവൻ. പുറം മാത്രമല്ല നോക്കുക, ഉള്ളാണ് നോക്കുക. പുറമോ നോക്കുന്ന പ്രശ്നമില്ല. ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമിക്കും വലാ ഇലാ സുവരിക്കും വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും. അല്ലാഹു നോക്കുന്നത് നിങ്ങളുടെ ജഡമടാലിറ്റിയിലേക്കല്ല, നിങ്ങളുടെ ഭൗതികമായ കാഴ്ചപ്പാടുകളിലേക്കല്ല, നിങ്ങളുടെ രൂപഭാവങ്ങളിലേക്കല്ല. അവൻ നോക്കുന്നത് നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കാണ്. അത് ചെയ്യുമ്പോൾ എന്താണ് നിന്റെ മനസ്സിലെ വിചാരം? അതാണ്. അപ്പൊ അത് നന്നാകണം. അതോടൊപ്പം തന്നെ അള്ളാഹുവിനോട് സ്വീകരിക്കാൻ പ്രാർത്ഥിക്കുകയും വേണം. നിങ്ങൾ നോക്ക്, ഞാനും നിങ്ങളും ഒന്നും ഏതായിരുന്നാലും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമേക്കാൾ മുകളിലൊന്നും അല്ല, ഉറപ്പല്ലേ? ഇബ്രാഹിം നബിയോടും ഇസ്മായിൽ നബിയോടും കഅബ പടുത്തുയർത്താൻ അള്ളാഹു നിർദ്ദേശിച്ചു. ആ നിർദ്ദേശം ശിരസാ വഹിച്ചുകൊണ്ട് രണ്ടാളും കൂടി ഇന്നത്തെ സൗകര്യങ്ങൾ ഒന്നുമില്ലാത്ത അക്കാലത്ത് വളരെ പ്രയാസപ്പെട്ട് കഅബ പടുത്തുയർത്തി. ഉറപ്പല്ലേ കൂലി? സംശയമുള്ള നമുക്കാർക്കെങ്കിലും? അള്ളാഹു സ്വീകരിക്കുന്നുള്ള ഒരു ഉറപ്പാ. എന്നിട്ടും പ്രാർത്ഥിച്ചു, ഇബ്രാഹിമുൽ ഖവാഇദ മിനൽ ബൈത്തി വഇസ്മാഈൽ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം. പിന്നെ ഒരുപാട് പ്രാർത്ഥനകൾ അതിലേക്കാൻ പോകുന്നില്ല. രണ്ടാളും കൂടി അവിടത്തോട് തേടിയത്, ഞങ്ങളുടെ നാഥ, ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണമേ, നീ കേൾക്കുന്നവനും അറിയുന്നവനുമാണ്. ഈ പ്രാർത്ഥന ഇനി ഒരുപാട് വേണം. എന്താണെന്നറിയോ? ഇത് സ്വീകരിക്കുമായി ഇല്ലേ എന്നുള്ള ഒരു ഭീതി ഉണ്ടാകണം നമുക്കൊക്കെ. അപ്പോഴേ ഈ പ്രാർത്ഥന വരുള്ളൂ. സൂറത്തുൽ മുഅ്മിനൂൻ എന്ന അധ്യായം വിശുദ്ധ ഖുർആനിലെ 23-ാമത്തെ സൂറത്താണ്. ആ സൂറത്തിലെ
57 മുതൽ 60 വരെയുള്ള വചനങ്ങൾ ചിന്തിക്കേണ്ട വചനങ്ങളാണ്. അള്ളാഹുവിന്റെ അടുക്കൽ സ്വർഗം നേടി അവന്റെ തൃപ്തി കരസ്ഥമാക്കി ഓരോ കാര്യത്തിലും മത്സരിച്ച് മുന്നേറി അള്ളാഹുവിന്റെ അടുക്കൽ വലിയ സൗഭാഗ്യത്തിന് അർഹരാകുന്ന വിശ്വാസികളെ കുറിച്ച് പറയുന്നതാണ്. ഇന്നല്ലദീന ഹും മിൻ ഖശിയത്തി റബ്ബിഹിം മുശ്ഫിഖൂൻ. അവരുടെ രക്ഷിതാവിനെ കുറിച്ചുള്ള ഭയത്താൽ അവര് ഞെട്ടി വിറയ്ക്കുന്നവരായിരിക്കും. നമ്മൾ ഞെട്ടുന്ന എപ്പോഴാ? അള്ളാഹുവിന്റെ ഭയത്താൽ ഞാനോ നിങ്ങളോ ഞെട്ടാറുണ്ടോ? ഇന്നല്ലദീന ഹും മിൻ ഖശിയത്തി റബ്ബിഹിം മുശ്ഫിഖൂൻ വല്ലദീന ഹും ബിറബ്ബിഹിം ലാ യുശ്രികൂൻ. അവർ അള്ളാഹുവിൽ പങ്കു ചേർക്കാത്തവരാണ്. വല്ലദീന ഹും ബിആയാതി റബ്ബിഹിം യുഅ്മിനൂൻ. അവർ അവരുടെ രക്ഷിതാവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുന്നവരാണ്. വല്ലദീന യുഅ്തൂന മാ ആതൗ വഖുലൂബുഹും വജിലത്തുൻ അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ. അതാണ് പോയിന്റ്. എന്താണത്? വല്ലദീന യുഅ്തൂന മാ ആതൗ. അവർ ദാനം ചെയ്യുന്നതെല്ലാം ദാനം ചെയ്യുന്നവർ. ഏത് നിലയിൽ? വഖുലൂബുഹും വജിലത്തുൻ. അവരുടെ ഹൃദയങ്ങൾ ഭയന്ന് വിറയ്ക്കുന്നവരായിരിക്കെ. നമ്മൾ ദാനധർമ്മം ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയത്തിന് വല്ല ഭയം ഉണ്ടാകാറുണ്ടോ? വഖുലൂബുഹും വജില. എന്താ അതിന് കാരണം? അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ. ഞങ്ങൾ പടച്ചവന്റെ അടുക്കലേക്ക് മടങ്ങിയെത്തേണ്ടവരാകുന്നു എന്ന ഭയം നിമിത്തം ദാനം ചെയ്യുമ്പോൾ പോലും ഹൃദയങ്ങൾ ഭയന്ന് വിറയ്ക്കുന്നവർ. ഈ ആയത്ത് മഹദി ആയിഷ റളിയല്ലാഹു അൻഹ ഓതിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. എന്താ ചോദ്യം എന്നറിയോ? അല്ലാഹുവിന്റെ ദൂതരെ, ഈ പറഞ്ഞ സ്വഭാവമുള്ള ആൾക്കാർ സ്വർഗത്തിലേക്ക് മത്സരിച്ച് മുന്നേറുമെന്ന് വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിച്ച അല്ലാഹുവിനെ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞ ഈ ആൾക്കാർ അവരെ വ്യഭിചരിക്കുന്നവരായിരുന്നുവോ, മോഷ്ടിക്കുന്നവരായിരുന്നുവോ, മദ്യപിക്കുന്നവരായിരുന്നുവോ? ഇതൊക്കെ ചെയ്തുകൊണ്ടുള്ള ഭയമാണോ അതിന് കാരണം എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യാ ബിന്ത അബൂബക്കർ. അബൂബക്കറിന്റെ പുന്നാര മോളെ, അല്ല അല്ല അല്ല. പിന്നെ ലാകിന്നഹു റജുലു. ആ മനുഷ്യൻ യസൂമു. അവൻ നോമ്പ് പിടിച്ചിട്ടുണ്ട്. വയുസല്ലി. അവൻ നമസ്കരിച്ചിട്ടുണ്ട്. വയതസദ്ദഖു. അവൻ ദാനധർമ്മം ചെയ്യുന്നുണ്ട്. വഹുവ യഖാഫു അല്ലാ യുഖ്ബല മിൻഹു. ഇതാ പ്രശ്നം. ഈ നോമ്പും ഈ നമസ്കാരവും ഈ ദാനധർമ്മവും അള്ളാഹുവിങ്കൽ സ്വീകരിക്കപ്പെടുമോ ഇല്ലേ എന്ന ഭയമാണ് അതിന് കാരണം. അല്ലാതെ അവർ മോശക്കാരല്ല, നല്ലവർ തന്നെയാണ്. ഈ ഒരു മാനസികാവസ്ഥ ഈ ഒരു മാസക്കാലം ഒരുപാട് ചെയ്തു നമ്മളൊക്കെ. ഇനി അതങ്ങോട്ട് സ്വീകരിക്കുകയില്ല എന്നുള്ളൊരു ഭയം. എങ്കിൽ സ്വീകരിക്കണേ എന്നുള്ള തേട്ടം, പാളിച്ചകൾ ഉണ്ടെങ്കിൽ പുറത്തു തരണേ എന്നുള്ള പ്രാർത്ഥന, ഇനി അതായിരിക്കണം നമ്മിൽ നിന്നുണ്ടാകുന്നത്. അതുകൊണ്ട് മാത്രമേ നമുക്ക് രക്ഷ ഉണ്ടാവുകയുള്ളൂ. ഈ ബേജാറ് സഹാബത്തിന് വല്ലാതെ ഉണ്ടായിരുന്നു എന്നാണ്. ഈ ഒരു ബേജാറ് മഹാനായ ഹസനുൽ ബസരി റഹിമഹുല്ലാഹ് സഹാബികളിൽ അതിപ്രശസ്തനായ ഒരു വ്യക്തിയാണ്. അദ്ദേഹം സഹാബത്തിനെ കുറിച്ച് പറഞ്ഞെന്താണെന്നറിയോ? അതിന്റെ ആശയം, നിങ്ങൾ പാപങ്ങളുടെ പേരിൽ ശിക്ഷിക്കപ്പെടുമെന്ന് ഭയക്കുന്നതിനേക്കാൾ കൂടുതലായി സൽക്കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കില്ലേ എന്ന ഭയമായിരുന്നു സഹാബത്തിനുണ്ടായിരുന്നത്. നമ്മളൊക്കെ തെറ്റുകളെ കുറിച്ച് അതാണ് ലഖദ് അദ്റക്തു അഖ്വാമൻ കാനൂ മിൻ ഹസനാതിഹിം അൻ തുറദ്ദ അലൈഹിം അഷ്ഫഖ മിൻഹും അലാ സയ്യിആതികും അൻ തുഅദ്ദബു അലൈഹാ. പാപങ്ങളുടെ പേരിൽ ശിക്ഷിക്കപ്പെടുമെന്ന് ഭയക്കുന്നതിനേക്കാൾ കൂടുതലായി സൽക്കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കില്ലേ എന്ന ഭയം അവർക്ക് അങ്ങേയറ്റം ഉണ്ടായിരുന്നു. സഹാബത്തിന്റെ സ്വഭാവമാണ് ഈ പറഞ്ഞത്. കുറച്ചൊക്കെ പേടി നമുക്കും വേണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ കാരുണ്യം നമുക്ക് ലഭിക്കണം. ഇഖ്ലാസും നിയ്യത്തും അതിലുണ്ടാകണം. ഒപ്പം അള്ളാഹു പൂർണ്ണമായും സ്വീകരിക്കണം. എങ്കിലേ ഈ പറഞ്ഞ പ്രതിഫലത്തിനൊക്കെ നമ്മൾ അർഹരാവുകയുള്ളൂ. അള്ളാഹു ആ ഗണത്തിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ എന്നതാണ് എന്റെ സഹോദരിമാരോട് ഒന്ന് രണ്ട് വചനങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് കടന്നു ചെല്ലുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ കരയുകയാണ്.
അവിചാരിതമായി അസാധാരണമായി ആയിഷ റളിയല്ലാഹു അൻഹ കരയുന്ന കണ്ടപ്പോൾ പ്രവാചകൻ ചോദിച്ചു, മാ തുബിക്കി യാ ആയിഷ, എന്താണ് ആയിഷ നീ ഇങ്ങനെ ഇന്ന് കരയാൻ കാരണം? എന്തെങ്കിലും പ്രയാസമാണോ, രോഗമാണോ? ഭർത്താവല്ലേ സ്വാഭാവികമായി. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ദക്കർതു നാറ ഫബകൈതു, നരകത്തെ ഓർത്ത് ഞാൻ കരഞ്ഞു പോയതാണ്. ആരാ പറയുന്നത്? ആയിഷ റളിയല്ലാഹു അൻഹ. സ്വർഗം കിട്ടും എന്ന കാര്യത്തിൽ നമുക്ക് ആർക്കും ഒരു സംശയമില്ല. അവരാണ് നരകത്തെ ഓർത്ത് കരയുന്നത്. ആരോടാണ് പറയുന്നത്? പുന്നാര പ്രവാചകനോട്, ഭർത്താവിനോട്. എന്നിട്ടൊരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യമാണ് പ്രസക്തം. എന്താ ചോദ്യം എന്നറിയോ? ഫഹൽ തദ്കുറൂന അഹ്ലീകും യൗമൽ ഖിയാമ, അല്ലാഹുവിന്റെ ദൂതരെ, ഞാൻ അങ്ങയുടെ ഭാര്യയാണ്. ഈ ഭാര്യയായ എന്നെ ഖിയാമത്ത് നാളിൽ അങ്ങ് ഓർക്കുമോ? ഇതാണ് ചോദ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ച ആ ചോദ്യത്തിന് പ്രവാചകൻ അപ്പോഴൊരു സമാധാനത്തിന് വേണ്ടിയെങ്കിലും, പിന്നെ ഞാൻ നിന്നെ ഓർക്കാതിരിക്കുവോ, നീ എന്റെ ഭാര്യയല്ലേ എന്നൊക്കെ ഒന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചൂടെ? ആശ്വസിപ്പിച്ചില്ല. എന്ന് മാത്രമല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമ്മാ ഫീ തലാസത്തി മവാത്തിൻ, പരലോകത്തെ 3 സന്ദർഭങ്ങളിൽ ഒരാളും ഒരാളെയും ഓർക്കുകയില്ല ആയിഷ. ഏതാണ് ആ 3 സന്ദർഭങ്ങൾ? നമുക്ക് നേരിടാനുള്ളതാണ്. ആ സന്ദർഭങ്ങളിൽ ഒരാളും ഒരാളെയും ഓർക്കുകയില്ല. എന്നിട്ട് ഓരോ സന്ദർഭം പറയുന്നു. ഒന്ന്, ഇൻദൽ മീസാൻ, നന്മയും തിന്മയും തൂക്കി നോക്കുന്ന തുലാസിന്റെ അടുക്കൽ. ആ തുലാസിന്റെ അടുക്കൽ ഓരോരുത്തരും അവന്റെ നന്മയുടെ തൂക്കം കൂടുതലാണോ നന്മയുടെ തൂക്കം കുറവാണോ എന്ന് ബേജാറായി ഇങ്ങനെ നിൽക്കുന്ന സന്ദർഭം. ഫഅമ്മാമൻ സഖുലത് മവാസീനുഹു ഫഹുവ ഫീ ഈശത്തിർ റാദിയ വഅമ്മാമൻ ഖഫ്ഫത് മവാസീനുഹു ഫഉമ്മുഹു ഹാവിയ വമാ അദ്റാക മാ ഹിയ നാറുൻ ഹാമിയ. ആ രംഗമാണ് പറഞ്ഞത്. അവിടെ നിന്നെ എന്നല്ല ഒരാളെയും ഒരാൾക്ക് ഓർക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ഓർക്കണം, പരലോകത്ത് എല്ലാ മനുഷ്യർക്കും വേണ്ടി ആദ്യമായി ശുപാർശയ്ക്ക് അനുവാദം കിട്ടുന്ന വ്യക്തിയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകനാണ് ഭാര്യയോട് പറയുന്നത്, ഇല്ല ആയിഷ, പറ്റില്ല. രണ്ടാമത്തെ സ്ഥലം, നമ്മൾ ചെയ്തു കൂട്ടുന്ന പ്രവർത്തനങ്ങളുടെ രേഖകളുണ്ടല്ലോ നമ്മളൊപ്പം. ഈ രേഖകളുടെ ഈ റെക്കോർഡുകൾ നിവർത്തുന്ന സന്ദർഭം. ആ സന്ദർഭത്തിൽ ഓരോ മനുഷ്യന്റെയും ഭയം എന്താണെന്ന് അറിയുമോ? ആ സുഹൃത്ത് കയ്യിൽ കിട്ടുന്നത് വലത് കയ്യിൽ കിട്ടുമോ, ഇടത് കയ്യിൽ കിട്ടുമോ, പിൻഭാഗത്തിലൂടെ ലഭിക്കുമോ? ഇത് 3ഉം ഖുർആൻ പറഞ്ഞതാ. വഅമ്മാമൻ ഊതിയ കിതാബഹു ബിയമീനി പറയുന്നുണ്ട്. വഅമ്മാമൻ ഊതിയ കിതാബഹു ബിശിമാലി പറയുന്നുണ്ട്. വഅമ്മാമൻ ഊതിയ കിതാബഹു വറാഅ ദഹ്രിഹി എന്ന് പറയുന്നുണ്ട്. വലത് കയ്യിൽ വാങ്ങുന്നവനാണ് സൗഭാഗ്യവാൻ. മറ്റേത് രണ്ടും കഥ കഴിഞ്ഞതാ. ഈ സന്ദർഭത്തിൽ നിന്നെ ഓർക്കാൻ കഴിയില്ലല്ലോ ആയിഷ. മൂന്നാമത്തത്, നരകത്തിന്റെ അടുക്കലുള്ള സിറാത്ത് എന്ന് പറയുന്ന പാലം, അത് വെക്കപ്പെടുന്ന സന്ദർഭം. അതെങ്ങനെയാക്കര കടക്കുക എന്ന് ഓരോരുത്തരും ബേജാറായി നിൽക്കുന്ന ഹദീസുകൾ കാണാം. മിന്നൽ വേഗത്തിൽ പോകുന്നവർ, കുതിരയുടെ വേഗത്തിൽ പോകുന്നവർ, കാറ്റിന്റെ വേഗത്തിൽ പോകുന്നവർ, ഓടിപ്പോകുന്നവർ, നിരങ്ങി കഷ്ടപ്പെട്ട് കഴിച്ചിലാവുന്നവർ, ഇതൊക്കെ പറയുന്നുണ്ട്. ഇനി ഒട്ടും കഴിച്ചിലാകാതെ നരകക്കുണ്ടിലേക്ക് വീഴുന്നവർ ഇതുണ്ട്. അപ്പൊ ഇത് ഞാൻ ഏതാ എന്നുള്ള ആലോചന. ഈ സമയത്ത് ആയിഷ, ഓർക്കാൻ കഴിയില്ലല്ലോ എനിക്ക് നിന്നെ. ഇത് മറുപടി പറഞ്ഞുവെങ്കിൽ എന്റെ പൊന്നു സഹോദരിമാരെ, നിങ്ങൾ ആലോചിച്ചു നോക്കുക. നിങ്ങളുടെ ഭർത്താക്കന്മാർ നല്ലവരായിരിക്കാം, ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരും ദാനധർമ്മങ്ങൾ ചെയ്യുന്നവരും സക്കാത്ത് കൊടുക്കുന്നവരും ഒക്കെ ആയിരിക്കാം. നമുക്കോ? എന്റെ ഭർത്താവ് കൊടുത്തിട്ടുണ്ട്, ഞാൻ രക്ഷപ്പെടും. ഇല്ല പ്രിയമുള്ളവളെ, ഒരിക്കലുമില്ല. രക്ഷപ്പെടണോ? നമ്മൾ തന്നെ കൊടുക്കണം. ഞാൻ പറഞ്ഞതല്ല,
അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതാണ്, സ്ത്രീ സമൂഹമേ, നിങ്ങൾ കൂടുതൽ ദാനധർമ്മം ചെയ്യണം, കൂടുതൽ പാപമോചനം തേടണം. നിങ്ങളെയാണ് ഞാൻ നരകത്തിൽ കൂടുതൽ കണ്ടിരിക്കുന്നത്. നിങ്ങളോടുള്ള ഗുണകാംക്ഷ കൊണ്ട് പറഞ്ഞതാണ്. അതിന് പരിഹാരവും പറഞ്ഞു. നരകത്തിൽ പോകുന്നു എന്ന് പറഞ്ഞതല്ല, പോകാൻ സാധ്യതയുള്ളവര് നിങ്ങളാണ് കൂടുതൽ, നിങ്ങളെയാണ് കൂടുതൽ ഞാൻ കണ്ടത്. അതിന് പരിഹാരം ഇത് രണ്ടുമാണ്. അപ്പോ ഒരു സഹാബാസ്ത്രീ ചോദിച്ചു, എന്തേ ഞങ്ങൾ ഇങ്ങനെ നരകത്തിൽ കൂടുതലാകാൻ കാരണം? സ്വാഭാവികമല്ലേ ചോദ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2-3 കാരണങ്ങൾ പറഞ്ഞു. അതിലൊന്ന്, നിങ്ങൾ എപ്പോഴും ഭർത്താവിനോട് നന്ദികേട് കാണിക്കും, നിങ്ങളിൽ നിന്ന് ശാപവാക്കുകൾ അധികരിക്കും. മൂന്നാമത്തത്, കുറെ ദിവസങ്ങളോളം, അത് നിങ്ങളുടെ കുറ്റമല്ല, പക്ഷേ പ്രകൃതിപരമായുള്ളതാണെങ്കിൽ പോലും പുരുഷന്മാരെ അപേക്ഷിച്ച് കുറെ ദിവസങ്ങളോളം നിങ്ങൾക്ക് നമസ്കരിക്കാൻ കഴിയാതെ വരുന്നു. ഇതിന് പരിഹാരമാണ് ഈ പറഞ്ഞതെന്ത്? ഒരുപാട് ഇസ്തിഗ്ഫാർ ചെയ്യുക, ഒരുപാട് ദാനധർമ്മം ചെയ്യുക. സഹോദരിമാരെ, സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം എന്ന് ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ധന്യമായ റമദാനിൽ നാം ചെയ്ത എല്ലാ നല്ല കർമ്മങ്ങളും പൂർണ്ണമായും നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. അത് സ്വീകരിക്കാതെ പരലോകത്ത് നഷ്ടകാരികളാകുന്നവരുടെ ഗണത്തിൽ പെടാതെ അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കുമാറാകട്ടെ. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والصلاة والسلام على رسوله الأمين وعلى آله وصحابه الفائزين برضا الله. اتقوا الله عباد الله. ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ ആജ്ഞാനുവർത്തികളായി ജീവിക്കുവാൻ ഞാൻ ഉണർത്തുന്നു. വ്രതാനുഷ്ഠാനം അതിന്റെ പൂർത്തീകരണത്തിലേക്ക് എത്താനും അതിനുശേഷം വരുന്ന പെരുന്നാൾ ആഘോഷം അർത്ഥവത്താകാനും ശ്രദ്ധിക്കേണ്ട ഒരു നിർബന്ധ കർമ്മം കൂടി നമ്മുടെ മുമ്പിലുണ്ട്. പെരുന്നാൾ ആഘോഷം വരുന്നതിന് മുമ്പ്, റമദാൻ വിട പറയുന്നതിന് മുമ്പ് എല്ലാവർക്കും അറിയാമത് സക്കാത്തുൽ ഫിത്റാണ്. ഫിത്ർ സക്കാത്ത് അത് നമ്മൾ സാധാരണയായി നിർബന്ധമായി തുടങ്ങുന്ന സമയം എന്ന് പറയുന്നത് പെരുന്നാൾ പിറ കണ്ടു എന്നറിയുന്നത് മുതൽ രാവിലെ ഈദ്ഗാഹിലേക്ക് നമസ്കാരത്തിന് പോകുന്നതിന് മുമ്പുള്ള സമയങ്ങൾ കൊടുക്കലാണ് നിർബന്ധമായി വരുന്നത്. പക്ഷെ അതിനു മുമ്പ് എത്രയോ ദിവസങ്ങൾ മുമ്പേ തന്നെ അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്ത് അത് ശേഖരിച്ചിരുന്നതായി നമുക്ക് കാണാൻ കഴിയും. ഇവിടെ നമ്മളതിന്റെ കാര്യം ഞാൻ കഴിഞ്ഞ ആഴ്ച ഉണർത്തി. അതിന്റെ 120 രൂപയാണ് പെർ ഹെഡ് നാം വാങ്ങുന്നത്. അത് കൊടുക്കാത്തവർ എത്രയും വേഗം പൂർത്തിയാക്കുക. അതിന്റെ ഗുണം 2 ഗുണമാണുള്ളത്. ആ ഗുണത്തിൽ ഒന്നിന് നമ്മൾ ഏറ്റവും അർഹരാണ്, രണ്ടാമത്തത് ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിത്ർ സക്കാത്ത് നിർബന്ധമാക്കി നിശ്ചയിച്ചത് തുഹറത്തൽ ലിസ്സാഹിം, നോമ്പുകാരന്റെ നോമ്പിൽ വന്നുപോയ അബദ്ധങ്ങൾ ശുദ്ധീകരിക്കാൻ. എന്താണ് റഹ്മാനായ റബ്ബ്! ഓ, ഇന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യരുത് നോമ്പിൽ എന്ന് പറഞ്ഞു. നമ്മളത് സൂക്ഷിക്കുന്നു, ശ്രദ്ധിക്കുന്നു പരമാവധി. എന്നാലും നിങ്ങൾ മനുഷ്യരാണ്, നിങ്ങൾ അതിന് വിരുദ്ധമായത് വരാം. അതിനുള്ള ഒരു പരിഹാരവും കൂടി ഇതാ. നീ നോമ്പ് അനുഷ്ഠിച്ചിട്ടുണ്ടോ? ഫിത്ർ സക്കാത്ത് കൊടുത്തു കഴിഞ്ഞാൽ നിന്റെ നോമ്പിൽ എന്തെങ്കിലും പോരായ്മകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് ശുദ്ധീകരിക്കും. കൊടുക്കണ്ടേ? രണ്ടാമത് പറഞ്ഞത് തൊഴുമത്തന്നിൽ മസാക്കീൻ, പെരുന്നാൾ ദിവസം ആരും പട്ടിണി കിടക്കാതെ എല്ലാ അഗതികൾക്കും സാധുക്കൾക്കും അന്ന് ഭക്ഷണം കിട്ടണം. ഇതാണ് രണ്ടാമത്തത്. ഒന്ന് വ്യക്തിപരമായ സംസ്കരണം, നോമ്പിന്റെ സംസ്കരണം. 2 സാമൂഹ്യമായ ബാധ്യത. ഈ 2 കാര്യങ്ങൾ സമന്വയിപ്പിച്ചുകൊണ്ടാണ് ഫിത്ർ സക്കാത്ത്. അത് നമ്മൾ ഇങ്ങനെ വെച്ച് നീട്ടാതെ റമദാൻ പിറ കാണട്ടെ. ഇവിടെ സാധാരണ അനുഭവിക്കുന്ന ഒരു അനുഭവം ഉണ്ട്, അതാണ് ഞാൻ പറയുന്നത്. അതിൽ വന്ന് പെട്ടുപോകരുത് നമ്മൾ. എന്ന് വെച്ചാൽ ഇങ്ങനെ ബന്ധിക്കും, കൊടുക്കൂല. ഇപ്പൊ കൊടുക്കാൻ അവസരമുണ്ട്, കൊടുക്കൂല. കാരണം ആകട്ടെ, അങ്ങനെ കൊടുത്താൽ കിട്ടുമോ, വീടൂല്ലേ. നമ്മൾ വസ്വാസുൽ ഖന്നാസിന്റെ ആൾക്കാരാണല്ലോ. അതുകൊണ്ട് ഇങ്ങനെ വസ്വാസിട്ട് കറക്കും. അവസാനം പിശാച് ഇങ്ങനെ കറക്കി കൊണ്ടുപോയി ലാസ്റ്റ് അത് കൊടുക്കാൻ വയ്യാത്ത അവസ്ഥയിലെത്തും. നേരം വെളുത്ത് ഇവിടെ ഈദ്ഗാഹൊക്കെ തുടങ്ങാൻ വേണ്ടി സമയമായി ഇവിടുന്ന് പുറപ്പെടാൻ പോകുന്ന ടൈമില് ഫിത്ർ സക്കാത്ത് കൊണ്ട് ആൾക്കാർ ഓടി വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ പറയുന്നത്. ഇപ്പൊ ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത് ഈദ്ഗാഹിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പായിരിക്കണം. എന്നാലേ ഫിത്ർ സക്കാത്ത് ആവുകയുള്ളൂ, സ്വീകരിക്കുകയുള്ളൂ. അപ്പൊ ഇതിന് നേരത്തെ കൊടുത്ത് തടി കഴിച്ചിലാക്കിക്കൂടെ? ഫിത്ർ സക്കാത്ത് ശ്രദ്ധിക്കുക. അത് നമ്മൾ ഒന്ന് ആലോചിക്കേണ്ട കാര്യങ്ങളാണ്. മറ്റൊന്ന്,
ഈ റമദാൻ മാസം കഴിഞ്ഞാൽ അതിനെ പുലർത്തിക്കൊണ്ട് ശവ്വാലിലെ 6 നോമ്പ് അനുഷ്ഠിച്ചാൽ 1 വർഷത്തെ നോമ്പിന് തുല്യമായ പ്രതിഫലം അതിലൂടെ ലഭിക്കുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അക്കാര്യം ഉണർത്തുന്നു. മൻ സാമ റമദാന സുമ്മ അത്ബഅഹു സിത്തൻ മിൻ ശവ്വാൽ ഫദാക സിയാമുദ് ദഹർ എന്ന അക്കാര്യം ഒന്ന് ഉണർത്തുന്നു. അവസാനമായി നമ്മുടെ നോമ്പ് വിട പറഞ്ഞു കഴിഞ്ഞാൽ നമ്മിലേക്ക് ഒരു സന്തോഷത്തിന്റെ ദിവസം അടുത്തു വരും. അതാണ് ഈദുൽ ഫിത്തർ, ചെറിയ പെരുന്നാൾ ദിവസം. അത് കുറെ ബുദ്ധിമുട്ട് കഴിയുമ്പോൾ ഒരു സന്തോഷം. നോക്ക് അള്ളാഹുവിന്റെ നിയമം. കുറെ ത്യാഗങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിച്ചു വരുമ്പോൾ ഒരു സന്തോഷം. അതാണ് സത്യത്തിൽ ഈ നോമ്പ് കഴിഞ്ഞതിന് ശേഷം ഒരു പെരുന്നാൾ അള്ളാഹു നമുക്ക് കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്ത് തന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഹജ്ജ് എന്ന് പറയുന്ന മഹാത്യാഗം, മഹാപരിശ്രമം, അതിന്റെ പിന്നിൽ ഒരു സന്തോഷം. അതാണ് ബലി പെരുന്നാൾ. ഇത് രണ്ടേ ഉള്ളൂ നമുക്ക് ആഘോഷം. വേറെ ആഘോഷങ്ങളൊക്കെ ആൾക്കാരുണ്ടാക്കിയ അതിന് മതവുമായി ബന്ധമൊന്നുമില്ല. അപ്പൊ ഏതായിരുന്നാലും ഈ ചെറിയ പെരുന്നാൾ ദിവസം അതെന്നാണോ പ്രഖ്യാപിക്കപ്പെടുന്നത് വരുന്നത് അന്നേ ദിവസം നമ്മൾ അതിരാവിലെ ഈദ്ഗാഹുകളിലേക്ക് പോകാനുള്ള ഒരുക്കമാണ് നമ്മൾ നടത്തേണ്ടത്. ഫിത്ർ സക്കാത്ത് കൊടുത്തു, തടി കഴിച്ചിലാക്കി. ഫിത്ർ സക്കാത്ത് എല്ലാവർക്കും അറിയാം. വീട്ടിൽ എത്ര പേരുണ്ടോ അത്രയും ആൾക്കാരെ കണക്കാക്കി കുടുംബനാഥനാണ് കൊടുക്കേണ്ടത്. ഇതെല്ലാവർക്കും അറിയാം. അന്ന് രാത്രി ഇപ്പം പെരുന്നാളിന്റെ അന്ന് രാത്രി ഒരു കുട്ടി ജനിക്കുന്നുവെങ്കിൽ ആ കുട്ടിക്കും നോമ്പ് തീരുന്ന അന്ന് രാത്രി ഒരു കുട്ടി ജനിക്കുന്നുണ്ടെങ്കിൽ ആ കുട്ടിക്കും ബാധകമായി വരും. അത്ര നിർബന്ധമായി വരുന്ന എണ്ണി കൊടുക്കേണ്ട കാര്യം. എന്തെങ്കിലും കൊണ്ട് കൊടുത്താൽ പോരാ. 5 അംഗങ്ങൾ ഉണ്ടെങ്കിൽ ആ 5 അംഗങ്ങളെ കണക്കാക്കി തന്നെ കൊടുക്കണം. 2 ആണെങ്കിൽ 2. ആ രൂപത്തിൽ ആ ഉത്തരവാദപ്പെട്ടവർ നൽകേണ്ടതാണ്. അത് നൽകുക. നൽകി കഴിഞ്ഞതിന് ശേഷം പെരുന്നാൾ ദിവസം രാവിലെ സുബഹി നമസ്കാരം കഴിഞ്ഞാൽ ഉടൻ തന്നെ പെരുന്നാളിന്റെ മാസപ്പിറ കണ്ടു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആ സന്ദർഭം മുതൽ അല്ലാഹു അക്ബർ തക്ബീർ മുഴക്കുക. നമസ്കാരത്തിന് ശേഷവും നമ്മൾ ഇരിക്കുന്ന സ്ഥലത്തും ഒക്കെ അല്ലാഹുവിനെ വാഴ്ത്തുക. കാരണം ഈ ഒരു മാസക്കാലം ഇത്രമാത്രം നല്ല അവസരങ്ങൾ നൽകി നമുക്ക് സർവ്വ അനുഗ്രഹങ്ങളും വർഷിപ്പിച്ചു തന്ന അല്ലാഹുവിനെ മഹത്വപ്പെടുത്തലാണ് അല്ലാഹു അക്ബറിലൂടെ നമ്മൾ ചെയ്യുന്നത്. എന്നാണ് വിശുദ്ധ ഖുർആൻ അതിനെ കുറിച്ച് പറഞ്ഞത്. അപ്പൊ അക്കാര്യം ഓർക്കുക. ഈദ്ഗാഹിലേക്ക് പോകുമ്പോൾ തക്ബീർ ചൊല്ലുക. ഈദ്ഗാഹ് ഇവിടെ നമ്മുടെ വിവിധ സ്ഥലങ്ങളിലുള്ളവരാണ് ഇവിടെ ഇരിക്കുന്നതെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഓരോ സ്ഥലത്തും ഒരു ഈദ്ഗാഹിന്റെ ടൈം നിശ്ചയിച്ചിട്ടുണ്ടാകും. ആ ടൈമിന് മുമ്പ് അവിടെ എത്താൻ ശ്രമിക്കുക. ആബാലവൃദ്ധം, ആണും പെണ്ണും, പെണ്ണുങ്ങൾക്കൊന്നും ഹറാമായ സംഗതിയൊന്നും അല്ലത്. എത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആർത്തവകാരികളായ സ്ത്രീകളെ പോലും ഈദ്ഗാഹുകളിലേക്ക് കൊണ്ടുവരണം. ജിൽബാബ് ഇല്ലാത്ത സ്ത്രീക്ക് ജിൽബാബ് കൊടുത്തിട്ട് കൊണ്ടുവരണം. ഇങ്ങനെയുണ്ട്. എന്നിട്ടാണ് നമ്മളുടെ പൗരോഹിത്യം പറയുന്നത് പെണ്ണുങ്ങൾക്ക് ഇതൊന്നും പാടില്ല, അവർ വീട്ടിലിരുന്നോ, ഒരുക്കിക്കോ ഭക്ഷണം, ആണുങ്ങളോ പോയി നിസ്കരിക്കുക, കൂലി വാങ്ങി, ഇവറ്റൊക്കെ ഇതൊന്നും വേണ്ടേ? അള്ളാന്റെ റസൂല് വിലക്കാത്ത ഒരു കാര്യം എന്തിനാ നമ്മൾ വിലക്കണേ? ഇങ്ങനെയാ പറഞ്ഞു. എന്തൊക്കെ പറഞ്ഞു? ആർത്തവകാരികൾ നമസ്കാരം മുസല്ലയിൽ നിന്ന് വിട്ടു നിൽക്കാൻ നിസ്കാരം പാടില്ല. പക്ഷെ അവിടെ നടക്കുന്ന ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്. കുത്തുബയുണ്ട്, കേൾക്കാം, പ്രാർത്ഥനയുണ്ട്, അതിൽ പങ്കെടുക്കാം, അനുഗ്രഹങ്ങൾ വർഷിക്കുന്നുണ്ട്, അത് ആർജിച്ചെടുക്കാം, അതിനൊക്കെ പോകാമെന്ന് പറഞ്ഞു. അപ്പോഴാണ് റസൂലിനോട് ചോദിച്ചത്, അല്ലാഹുവിന്റെ റസൂലെ, ഞങ്ങളുടെ കൂട്ടത്തിൽ ജിൽബാബ് ഇല്ലാത്ത ഒരു സ്ത്രീയെ ഞങ്ങൾ എന്ത് വേണമെന്ന് ചോദിച്ചപ്പോൾ എന്നാ അവള് വീട്ടിൽ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞില്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്തറിയോ? അവളുടെ കൂട്ടുകാരി ഒരു ജിൽബാബ് അവർക്ക് കൊടുത്തിട്ട് അവളെയും കൂടി കൊണ്ടുപോകുന്നു. ഇതാണ് സ്ത്രീ ഈദ്ഗാഹിൽ പോകുന്നതിന്റെ ശ്രേഷ്ഠതയെ കുറിച്ച് ഇസ്ലാം പഠിപ്പിച്ച കാര്യം. അപ്പൊ ആ രൂപത്തിൽ കുട്ടികളും എല്ലാവരും നല്ല വസ്ത്രങ്ങൾ അണിഞ്ഞ് സുഗന്ധദ്രവ്യം പൂശി അള്ളാഹുവിനെ വാഴ്ത്തി പ്രകീർത്തിച്ച് ഇപ്പൊ നമ്മുടെ സ്റ്റേഡിയം ഗ്രൗണ്ടിൽ 7:15 ഈദ്ഗാഹ് നിശ്ചയിച്ചിട്ടുള്ളത്. അതുപോലെ ഓരോ സ്ഥലങ്ങളിലും നിശ്ചയിച്ചിട്ടുണ്ടാകും. ആ ടൈമിന് മുമ്പ് എത്തുക. നമ്മൾ കാത്തിരിപ്പിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകരുത് എന്നുള്ളത് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ചെറിയ പെരുന്നാൾ ആയതുകൊണ്ട് എന്തെങ്കിലും അല്പം ആഹാരം കഴിച്ചുകൊണ്ട് പോകലാണ് റസൂലിന്റെ സുന്നത്ത്. വലിയ പെരുന്നാൾ ദിവസം അങ്ങനെ കഴിക്കാറില്ല. ഇതൊക്കെ പ്രവാചകന്റെ ചര്യയാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നു. ആ നിലയിൽ അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് പെരുന്നാൾ ആഘോഷിക്കാൻ തയ്യാറാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖും നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്തു തരുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥനയിലേക്ക് കടക്കാം. അതിനു മുമ്പ് നമ്മളുടെ ഈ റിലീഫ് ഫണ്ടിലേക്കുള്ള ഈ റമദാനിലെ അവസാനത്തെ കളക്ഷനാണ് ഇന്ന്. ഇനി ഒരു വെള്ളിയാഴ്ച റമദാനോടുകൂടി